എന്തിൻ്റെ പേരിലാണ് ഇപ്പോൾ അടി? അങ്ങനെ എൻ്റെ അറിവിൽ അടി ഉണ്ടായിട്ടില്ല. അത് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അത് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ തന്നെ പ്രശ്നം തീർന്നല്ലോ. ഇപ്പം അതിൽ കൂടുതലായിട്ട് അതിൻ്റെ പേരിൽ ഒരു ചർച്ചയുടെ ആവശ്യമില്ല. സുധീരൻ പാർട്ടി ഫോറത്തിൽ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിനെക്കുറിച്ചാണ് ചെറിയ തർക്കം ഉണ്ടായത്. പക്ഷെ അത് അങ്ങനത്തെ ഒരു തർക്കമൊന്നും കാര്യമായിട്ടില്ല. ഇലക്ഷന് ഒരുമിച്ച് നേരിടണം എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. മാത്രമല്ല, കേരളത്തിൽ ഇത്തവണ UDF-നെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരുങ്ങേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ സിറ്റിംഗ് മെമ്പർമാർ തന്നെ ഏതാണ്ട് ഒട്ടുമിക്ക സീറ്റുകളിലും ഉണ്ട്. ചില സീറ്റുകളിൽ ഒന്ന് ഘടകകക്ഷികളായിട്ട് സംസാരിച്ച് ധാരണയിലെത്തണം. 2-3 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെയും കണ്ടെത്തണം. അതൊന്നൊരു പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഈ ചെറിയ തർക്കങ്ങളൊന്നും ഒരു അടിയിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സംഘർഷമോ ഒന്നും പാർട്ടിക്കകത്തില്ല. അതൊട്ടുണ്ടാവാനും പോകുന്നില്ല. മോദി ഗ്യാരണ്ടി കേരളത്തിൽ ചെലവാവില്ല. കേരളത്തിലെ ചെലവാവാത്തൊരു എന്താ പറയേണ്ടത്, ഒരു മുദ്രാവാക്യമാണ് ഇന്നലെ അദ്ദേഹം തൃശ്ശൂർ പറഞ്ഞത്. അദ്ദേഹം കേരളത്തിലേക്ക് വരാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണല്ലോ. പക്ഷേ കേരളത്തിലെ അദ്ദേഹം നടത്തുന്ന ഒരു പ്രവർത്തനവും അദ്ദേഹത്തിന് ഒരു MP-യെ പോലും കേരളത്തിൽ നിന്ന് കിട്ടില്ല. അതുകൊണ്ട് കേരളം വേസ്റ്റാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച്. പ്രതീക്ഷയുണ്ടല്ലോ. അതിപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വരുന്നവരെ എല്ലാവർക്കും പ്രതീക്ഷയുണ്ടാവുമല്ലോ. റിസൾട്ട് വരുമ്പോഴാണല്ലോ പ്രതീക്ഷ സ്ഥാനത്താണോ അസ്ഥാനത്താണോ എന്നറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയം കേരളത്തിൽ ചെലവാക്കിയിട്ട് ഒരു കാര്യമില്ല. കേരളത്തിൽ നിന്ന് ഒരാളെ പോലും കിട്ടില്ല. ഇവിടെ അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടിയിൽ ജനത്തിന് വിശ്വാസമില്ല. വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റിക്കൊണ്ടാണ് എങ്ങനെ കണ്ണൂരിൽ സുധാകരൻ മത്സരിക്കാൻ സാധ്യതയില്ലാതാണ് കേൾക്കുന്നത്. പകരം താങ്കളുടെ പേര് അവിടേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്റെ പേര് ഇപ്പൊ എല്ലായിടത്തേക്കും കേൾക്കുന്നുണ്ട്. പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എവിടെ വേണമെന്നുള്ള കാര്യം. എവിടെ മത്സരിക്കാനാണ് എനിക്ക് താല്പര്യപ്പെടുന്നത്? എനിക്ക് ഒരു സീറ്റ് ഉണ്ടല്ലോ, അതിനെന്താ ഇപ്പൊ കുഴപ്പമെന്താ? അതെ, അത് തന്നെയാണ് താല്പര്യം. അല്ല, അത് പ്രധാനമന്ത്രിയുടെ ഒരു ചടങ്ങിലേക്ക് വിളിച്ചപ്പോൾ അവരൊക്കെ പോയി. അതിപ്പോ പിണറായി വിളിക്കുന്ന സ്ഥലത്തും പോകുന്ന ആൾക്കാരുണ്ട്, മോഡി വിളിക്കുന്ന സ്ഥലത്തും പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ വിളിക്കുന്നതിലും വരും. അങ്ങനെയുള്ളവരൊന്നും ഈ BJP വോട്ടിന്റെ കണക്കായിട്ട് കണക്ക് കൂട്ടേണ്ട കാര്യമില്ല. ശോഭനയ്ക്ക് പിന്നെ എന്താ പറയേണ്ടത്, സ്വതന്ത്രമായിട്ട് തീരുമാനം എടുക്കാൻ അധികാരമുള്ളവരാണല്ലോ അവിടെ പോയിട്ടുള്ളവർ മുഴുവൻ. പക്ഷെ ഇങ്ങനെ എത്ര നടന്മാരെ അണിനിരത്തിയാലും, എത്ര ക്രിക്കറ്റ് താരങ്ങളെ അണിനിരത്തിയാലും, എത്ര ഗായകരെ അണിനിരത്തിയാലും, എത്ര ബിസിനസ്സുകാരെ അണിനിരത്തിയാലും കേരളത്തിൽ BJP പച്ച തൊടാൻ പോകുന്നില്ല. 18ാം ലോക്സഭയിലും കേരളത്തിൽ നിന്ന് ഒരംഗത്തിനെ പോലും ഡൽഹിക്ക് അയക്കാൻ കഴിയില്ല. പിന്നെ മോഡി വരട്ടെ, മോഡിക്ക് ആ ഗ്യാരണ്ടി പറഞ്ഞ് കുറെ തൃപ്തി അടയട്ടെ. അദ്ദേഹത്തിന്റെ ഒച്ച പോവാന്നല്ലാതെ കേരളത്തിൽ ഒരു റിസൾട്ടും ഉണ്ടാവില്ല. വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റിയാണ് എങ്ങനെ? തൃശ്ശൂർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ സഞ്ചരിക്കുമ്പോൾ തൃശ്ശൂർ വേണ്ടേ? അതൊക്കെ ഓരോരുത്തർ എടുത്തുകൊണ്ട് പോയാൽ നമുക്ക് അതിൽ തൃശ്ശൂരൊക്കെ നാളെ പോകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പൊക്കിക്കൊണ്ടുപോയാൽ നമ്മളെങ്ങനെ തൃശ്ശൂർ പോവാം? വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റിയെന്നാണ് BJP അവകാശപ്പെടുന്നത്. ഗ്യാസിന്റെ വില അതുപോലെയുള്ള അത് ഗ്യാസിന്റെ വില ഗ്യാസ് വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാമല്ലേ. ഗ്യാസിന്റെ വില ഗ്യാസ് വാങ്ങിക്കുന്നവർക്ക് അറിയാം, വീട്ടമ്മവർക്ക് അറിയാം. അതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇനി അവർ വോട്ട് ചെയ്തു. ഏതായാലും ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് പിണറായിനെ ഒന്ന് സ്വർണവും വെള്ളിയൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത് തമ്മിൽ അന്തർധാര, അതായത് വല്ലാതെ കളിക്കേണ്ട, സ്വർണം കയ്യിലുണ്ട് എന്നാണ് മോഡി പറയുന്നത്. അതുകൊണ്ടാണ് പിണറായി നരേന്ദ്രമോദി എന്നത് അയച്ച് പറയാറില്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങളെയൊക്കെ സസ്പെൻഡ് ചെയ്ത പോലും അതിനെക്കുറിച്ച് പോലും അഭിപ്രായം പറയാൻ. എന്തെങ്കിലും കേന്ദ്രത്തിനെതിരെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഉടനെ സ്വർണം എന്ന് പറയുമ്പോൾ എല്ലാ പരാതി ഞങ്ങളുടെ മെക്കെട്ടേക്കാണ്. മോഡി തരാത്തതിലല്ല, കേരളത്തിലെ MP-മാർ ചോദിക്കാത്തതുകൊണ്ടാണ് കിട്ടാത്തതാണ്. ഞങ്ങൾ ചോദിക്കാഞ്ഞിട്ടല്ല. ചോദിക്കാൻ പറയും, ഇവിടെ ചോദിക്കാൻ പറയും, ഇവിടെ ചോദിക്കുമ്പോൾ അവിടെ ചോദിക്കാം. അതാണ് ഇന്ത്യയുടെ ഇന്നത്തെ മൊത്തത്തിലുള്ള അവസ്ഥ. ഈ വടകരയിൽ മത്സരിക്കാനുള്ള താല്പര്യം പാർട്ടി ഇല്ലേ? താല്പര്യമില്ല. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. അല്ലാതെ എനിക്ക് എന്റെ താല്പര്യം മത്സരരംഗത്തൊക്കെ ഒന്ന് മാറണം എന്നാണ്. പക്ഷെ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. കേന്ദ്ര സർക്കാരിനെതിരെ വിവിധ മൊത്തത്തിൽ അങ്ങനെയാണ് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് ഒരു ജനകീയ വിഷയങ്ങളൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭത്തിലേക്കൊക്കെ പോകും. ഇപ്പൊ ഇലക്ഷൻ അടുത്തൊരു സാഹചര്യം അല്ല. ഇപ്പൊ ഞങ്ങളുടെ ഇതുണ്ടല്ലോ, ജാഥയുണ്ടല്ലോ, അതില് കേന്ദ്രത്തിന്റെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇനിയായിരിക്കും ജാഥ.
ഒപ്പം കേരളത്തിലെ കാര്യവും പറയും. ഈ പോലീസ് അസോസിയേഷന്റെ ഗ്രൂപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അധിക്ഷേപിച്ചുകൊണ്ടൊരു വിഷയം ഉണ്ടാവുകയും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ട് അതിൽ കേസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറയാം, പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുന്ന എല്ലാ നടപടികളും പിണറായിന്റെ നിർദ്ദേശം അനുസരിച്ചാണ്. കേരള പോലീസിനെ ആർക്കും വിശ്വാസമില്ലാത്തതിന്റെ കാരണം അതാണ്. അത് പിണറായിന്റെ ഒരു പോഷക സംഘടനയാണ് കേരള പോലീസ്. അതുകൊണ്ട് കേരള പോലീസിൽ നിന്ന് ഇനിയും പലതും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, പിണറായി തമ്പുരാൻ എന്നും നാട് വാഴില്ല എന്ന് പോലീസുകാരും മനസ്സിലാക്കുന്നതല്ല.